വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 5 ദിവസം കൊണ്ട് ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസി ഈ ഫെർട്ടൈൽ ടൈം പീരീഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സക്സസ് സ്റ്റോറിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ചെയ്യണം, ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഏറ്റവും ആദ്യം തന്നെ അവർ ചെയ്തത് ജെന്റിൽ സീറ്റഡ് യോഗ പോസ് ആണ്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 days എങ്കിലും നിങ്ങളത് ചെയ്യുവാണെങ്കിൽ പ്രഗ്നൻസി കിട്ടും എന്നതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാദ്യം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേരാണ് ജെന്റിൽ സീറ്റഡ് ട്വിസ്റ്റ്. അതായത് നമ്മൾ ഇരുന്നുകൊണ്ട് ബോഡി ട്വിസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്പൈൻ റിലാക്സ് ചെയ്യുന്നതിന്, ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് എന്നിങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് ഫിസിക്കലായിട്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ സ്പൈൻ ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ കൂടപ്പുറപ്പായിട്ടുള്ള ഒന്നാണോ നടുവേദന എന്ന് പറയുന്നത്. നടുവേദന നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു യോഗ പോസ് ചെയ്യുകയാണെങ്കിൽ സ്പൈനൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതിനും നമ്മുടെ അപ്പർ ബാക്കും അതുപോലെ ലോവർ ബാക്കും ഒക്കെ നന്നായിട്ട് പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസാക്കി അതിന്റെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ബാക്ക് പെയിന്റെയും സയാറ്റിക്കയുടെയും കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു യോഗ പോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു യോഗ പോസ് എന്ന് പറയുന്നത്. നടുവേദന എടുത്ത് അങ്ങ് അറ്റെത്തിയ സമയത്ത് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് എനിക്ക് വേദന കുറവുണ്ടായിരുന്നു. വേദന കുറവെന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിക്ക് മാറിപ്പോയി കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഡൈജഷനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ഡോമിനൽ ഓർഗൻസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിവറിനെയും കിഡ്നീനെയും ഒക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ ബ്ലോട്ടിങ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന്റെ ലെവല് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിനെയും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത്, കോർ മസിൽസിന്റെ പെർഫോമൻസും ഹെൽത്തും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഈ ഒരു പോസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മെന്റലി എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു യോഗ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ സ്ട്രെസ് നന്നായിട്ട് കുറക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. എനർജി ഫ്ലോ ശരീരത്തിലുടനീളം നന്നായിട്ട് ഉണ്ടാകുന്നതിനും അതുപോലെ നമ്മുടെ മൂഡ്, അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി അല്ലാതെ ബാക്കി കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഇനി ഫെർട്ടിലിറ്റിയിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എൻഡോമെട്രിയം തിക്നെസ് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ എംബ്രിയോക്ക് അവിടെ അറ്റാച്ച് ആയിട്ട് വളരാനായിട്ട് പറ്റുള്ളൂ. തിക്നെസ് വളരെയധികം കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനും തിന്നായിട്ടുള്ള എൻഡോമെട്രിയം കണ്ടീഷനും നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ള എഗ് സ്പേം ആണെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നമുക്ക് അവിടെ പോസിബിൾ ആവില്ല. ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകുന്ന കണ്ടീഷൻസ് ഉണ്ടാകും. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും, കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായി പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാം കേട്ടോ. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓവുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗവും ലോവർ അബ്ഡമൻ ഭാഗവും ഒക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ട്. അതിനൊരു സ്ട്രെച്ചിങ് എഫക്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ എഫക്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കീഴ്പോട്ടേക്കുള്ള പൊസിഷനിൽ അതിന്റെ എഫക്ട് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് നമുക്ക് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവയവങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓവുലേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കാത്ത ആളുകൾ, ഇനിയിപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് ഓവുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് കൂടി ട്രൈ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കും കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷന് മുൻപുള്ള സമയത്ത് മാത്രമല്ല, ആഫ്റ്റർ ഓവുലേഷൻ ടൈമിലും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ 5 days എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് പറഞ്ഞത് ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയം മുതൽ തൊട്ടടുത്തേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ, പീരീഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട്സ് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇനി എങ്ങനെയാണ് ഈ ജെന്റിൽ സീറ്റഡ് ട്വിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടെയാണോ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ യോഗ മാറ്റിൽ ചമ്രം പടിഞ്ഞിരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ബെഡിലോ അല്ലെങ്കിൽ നിലത്ത് പായ വിരിച്ചിട്ടോ നിങ്ങൾ ചമ്രം പടിഞ്ഞിരിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഇരുന്നിട്ട് നിങ്ങളുടെ മുഖം, ഷോൾഡർ ഉൾപ്പെടെയുള്ള പോർഷൻ നന്നായിട്ട് തിരിച്ചിട്ട് നിങ്ങളുടെ വലതു കൈ ഇടത് മുട്ടിന്റെ നിലത്ത് കുത്തിയിട്ട് നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഷോൾഡറിലായിരിക്കണം. അതായത് ഇടത്തെ ഷോൾഡറിലോട്ട് നിങ്ങൾ നോക്കുക. വലത് സൈഡ് തിരിഞ്ഞ് നമ്മൾ നോക്കില്ല. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുവാണ്, ആരെങ്കിലും നമ്മളെ പുറകോട്ടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ, പുറകോട്ടേക്ക് നമ്മൾ തോണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തിരിഞ്ഞ് നോക്കില്ലേ, അതുപോലെ തന്നെ നേരെ സ്പൈൻ നല്ലതുപോലെ നിവർത്തി വെച്ചിട്ട് നടു വളയ്ക്കാതെ നടു നേരെ വെച്ചിട്ട് കൈ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് കുത്തുക. അതായത് കൈ നമ്മുടെ ഇടതേ മുട്ടിന്റെ കൈ അവിടെ ലോക്കാക്കി വെച്ചിട്ട് നമ്മൾ ഒരാൾ തിരിയുമ്പോൾ നമ്മൾ നോക്കില്ലേ, അതുപോലെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇടത് ഷോൾഡറിന് അങ്ങോട്ടായിരിക്കണം. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ആവുക. എഗെയിൻ അപ്പുറത്തെ ഷോൾഡറിൽ നോക്കുക. അപ്പുറത്തേന്ന് പറയുമ്പോൾ നമ്മുടെ വലത്തെ ഷോൾഡറിലെ നമ്മുടെ വലത് ഭാഗത്തുനിന്ന് ഒരാൾ നമ്മളെ തോണ്ടി വിളിച്ചു നമ്മൾ തിരിയില്ലേ, അതുപോലെ നിങ്ങൾ തിരിഞ്ഞ് വലത്തെ ഷോൾഡറിൽ നോക്കുക. നിങ്ങൾ നടു നേരെ വെച്ചിട്ട് തിരിയുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ലോവർ അബ്ഡമൻ പോർഷൻ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ട്. ഈ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ കോർ മസിൽസും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു. നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിലോട്ട് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിക്കുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നടു വളയ്ക്കാനായിട്ട് പാടില്ല. ഞാൻ അതിന്റെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറേയും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണുമ്പോഴേക്കും ക്ലിയർ ആവും കേട്ടോ. ജസ്റ്റ് നമ്മളെ ഒരു ഇടത് ഭാഗത്തുനിന്ന് ഒരാൾ നമ്മുടെ ഷോൾഡറിൽ തോണ്ടുവാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കും? തിരിഞ്ഞു നോക്കും. അതേപോലെ തന്നെ തിരിയുക. ഇത് തിരിയുന്ന സമയത്ത് ബ്രീത്ത് ഇന്നും അതുപോലെ ബ്രീത്ത് ഔട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാൻ നമുക്ക് സൗണ്ട് വരാം. കണ്ടോ, ഇപ്പൊ ഒരു സൗണ്ട് നിങ്ങൾക്ക് വന്നില്ലേ? ആ ഒരു രീതിക്ക് നന്നായിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. റിലാക്സ് ആയിട്ട് സ്ലോലി ബ്രീത്ത് ഔട്ട്. ഇപ്പൊ ഒരു സൗണ്ട് വന്നില്ലേ? ആ ഒരു രീതിക്ക് നിങ്ങൾ റിലാക്സ് ആയിട്ട് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്തിരിക്കുക. എഗെയിൻ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുക. അടുത്തൊരു ഷോൾഡറിൽ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നടു വളയ്ക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് അതും ചെയ്യുക. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 50 മിനിറ്റ്സോളം ചെയ്യുക. അത് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കര റീഫ്രഷ്മെന്റ് ഫീൽ ചെയ്യും. നിങ്ങളുടെ നടുവിനൊക്കെ എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെ നിങ്ങൾക്ക് തോന്നും. അത്രമാത്രം ഫ്രഷ് ആവും. നടുവിന് ആ ഒരു ചേഞ്ചസ് തിരിച്ചറിയുമ്പോൾ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലോവർ അബ്ഡമൻ ഭാഗത്തും ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. ഒട്ടും അടുത്തതായിട്ട് അവർ ചെയ്തതായി പറഞ്ഞത് ഫെർട്ടൈൽ ടൈം പീരീഡ് മുഴുവനും മോർണിംഗ് ടൈമിൽ കോണ്ടാക്ട് ചെയ്തു എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. മോർണിംഗ് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരുപാട് ബെനഫിറ്റ്സ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത്രയും നേരം വരെ നമ്മൾ റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങി യാതൊരു സ്ട്രെസ്സോ ടെൻഷനോ ഇല്ലാതെ കിടന്നുറങ്ങുന്നത് കൊണ്ട് തന്നെ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അത് നന്നായിട്ട് ഉറക്കമൊക്കെ തീർന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ റിഫ്രഷ്ഡ് ആയിരിക്കും. ബോഡി ഒന്ന് റീസ്റ്റാർട്ട് ആവുന്നത് പോലെ ആയിരിക്കും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ആ ടൈമിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ബോഡിയെ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടും പ്രത്യുൽപാദന അവയവങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചാൻസസും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് IVF-ന് വേണ്ടി നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ തെളിയിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ മോർണിംഗ് ടൈം ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ നമുക്ക് മോർണിംഗ് ഒക്കെ ഭയങ്കര ധൃതികൊക്കെ ജോലി ചെയ്യേണ്ടവരാണ്, പെട്ടെന്ന് വെയിറ്റ് ചെയ്യാനായിട്ടോ ഒന്നും നമുക്ക് നേരം ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ, അത് വിട്ടോളാം. ഈവനിങ് സമയത്താണെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഈ 5 ദിവസവും എക്സാക്റ്റ് ആയിട്ട് മോർണിംഗ് ടൈമിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി തന്നെ ഓവുലേഷൻ ഡേറ്റ് എടുക്കുന്ന കൃത്യം ഓവുലേഷൻ ഡേറ്റിലെങ്കിലും നിങ്ങൾ ആ ഒരു മോർണിംഗ് ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ നേരത്തെ നിങ്ങൾ എഴുന്നേറ്റ് ഫ്രഷ് ആയി കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ ബെഡിൽ തന്നെ റിലാക്സ് ആയി കിടന്നിട്ട് പിന്നെ ജോലിയിലോട്ട് പോവുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് ജാഗുലേഷൻ സംഭവിച്ചു പെട്ടെന്ന് ഓടി കിച്ചണിലോട്ട് അങ്ങനെയുള്ളൊരു മെത്തേഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പൊ പറ്റുന്നവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് അവർ ചെയ്തു എന്ന് പറയുന്നത് ചിയാ സീഡ് ഉപയോഗിച്ചതാണ്. ചിയാ സീഡൊക്കെ നമുക്ക് ഫെർട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ന്യൂട്രിയൻസ് ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഫൈബർ, ഒമേഗ 3, അയൺ, പൊട്ടാഷ്യം, വിറ്റമിൻ സി, മാഗ്നീഷ്യം, ആന്റി ഓക്സിഡൻസ്, മറ്റുള്ള ആന്റി ഓക്സിഡൻസ്, അതുപോലെ കാൽഷ്യം, സിങ്ക് എന്നിവ. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒമേഗ 3 അറിയുമ്പോൾ മനസ്സിലാകും. നമ്മൾ സാധാരണയായിട്ട് ഒമേഗ 3യുടെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നുണ്ടെങ്കിൽ തന്നെ അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കും അതുപോലെ കാൽസ്യവും എന്താണെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ വൈറ്റൽ പാർട്ടിന്റെ ഡെവലപ്മെന്റിന് ഒരുപാട്
വളരെ ഇമ്പോർട്ടൻസ് വഹിക്കുന്നവയാണ്. പ്രഗ്നൻസിയുടെ സ്റ്റേജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാലും പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുന്നവർക്കും എഗ്ഗിന്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും പുരുഷന്മാരിലാണെങ്കിലും സെമന്റെ ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിയാ സീഡ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടന്ന് എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വരുന്നതിനും അതുപോലെ എഗ്ഗിന്റെ ക്വാളിറ്റിയും അതുപോലെ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് അവരുടെ പ്രൊലാക്റ്റിൻ ലെവലിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അണ്ടത്തിന്റെ വളർച്ച കൃത്യമായിട്ട് എത്തി ഒരു 80 to 22 mm വരെയെങ്കിലും കൃത്യമായിട്ട് എത്തി അത് നാച്ചുറലി റപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ്സ് സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ നിങ്ങൾക്ക് ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് ഒരു 21 to 35 മെൻസ്ട്രൽ സൈക്കിളിൽ കൃത്യമായിട്ട് ഓവുലേഷൻ നിലനിർത്തിക്കൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. ഓവുലേഷൻ പീരിയഡ്സ് കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് വരുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ് പോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുമ്പോഴേക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവയുടെ പ്രവർത്തനം കുറയുമ്പോഴാണ് അണ്ടം വളരുന്നതിനും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് വളരുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനുമൊക്കെ ഇത് കാരണമാവുന്നത്. അതുകൊണ്ട് അതെല്ലാം നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിയാ സീഡ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ മൂഡ് സ്വിങ്സും അതുപോലെ നമ്മുടെ സ്ട്രെസ്സും റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് രക്തത്തിന്റെ ഒരു സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും രക്തത്തിലുള്ള അണുക്കളെ റിമൂവ് ചെയ്തിട്ട് രക്തത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടൻസ് ബ്ലഡിലുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ബ്ലഡ് പ്യൂരിഫൈ ആക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത്രയുമാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ചിയാ സീഡ്സ് കൊടുക്കുന്നത് മൂലം പുരുഷന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കൗണ്ടും ഇത് എൻഹാൻസ് ചെയ്യുന്നു. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ടീസ്പൂൺ പെർ ഡേ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ 2 ടീസ്പൂൺ ഉപയോഗിക്കേണ്ട. രാവിലെ ഒരു ടീസ്പൂൺ, രാത്രി ഒരു ടീസ്പൂൺ, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക. ഒരു തവണ നിങ്ങൾ രാവിലെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് നിങ്ങൾ ഉപയോഗിക്കേണ്ട, കാരണം ഗുണങ്ങൾ ഒരുപാട് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ ഒറ്റയടിക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ പാലിലോട്ടൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും അത് ഒരുപാട് ഇരട്ടിച്ച് വരും. നമ്മൾ 1 ടീസ്പൂൺ ഇട്ടാലും അത് ഇരട്ടി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂൺ രാവിലെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ശരീരം ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരവും അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പീരിയഡ്സിന്റെ സമയത്ത്, നിങ്ങളുടെ ഓവുലേഷന്റെ സമയത്ത്, നിങ്ങളുടെ ഇംപ്ലാന്റേഷന്റെ സമയത്ത് ഒക്കെ നിങ്ങൾക്കിത് ചിയാ സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ കേട്ടോ. ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലർത്തിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അതുപോലെ സ്മൂത്തീസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷേക്സിൽ ഇത് ഒപ്പോട്ട് അടിക്കേണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കുന്ന സർബത്തിൽ അങ്ങനെയൊക്കെ ചിയാ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വെള്ളത്തിൽ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുക കേട്ടോ. വെറും വയറ്റിൽ തന്നെ കുടിക്കണമെന്നില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വിശപ്പ് നിങ്ങൾക്ക് വീഴുന്ന സമയം ഉണ്ടാവുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇനി നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.